നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. അർജുനൻ ഇന്ദ്രനെ തോൽപ്പിക്കുന്നത് നമ്മൾ ഇനി കാണും. അവർ ഇന്ദ്രപ്രസ്ഥത്തിൽ വാഴുന്ന കാലത്താണ് അത് സംഭവിക്കുന്നത്. അത് ഇനിയാണ് സംഭവിക്കുന്നത്. ഈ ആദിപർവ്വത്തിൽ തന്നെ നമ്മൾ കേൾക്കും. അതിനു മുമ്പുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തം. ആർക്ക് അർജുനനെ തോൽപ്പിക്കാൻ കഴിയും ചോദിക്കുന്നു. എടുത്തെടുത്ത് ചോദിക്കുകയാണ്, സ്പഷ്ടമായി ചോദിക്കുകയാണ്. ഭീമസേനോ മഹാബാഹുർ നാഗായുധ ബലോ മഹാൻ. മഹാബാഹുവായ ഭീമൻ, 10,000 ആനയുടെ ബലമുള്ളവനായ ഭീമൻ. ആ ഭീമനെ ഈ ലോകത്തില് ആർക്ക് യുദ്ധത്തില് തോൽപ്പിക്കാനാകും? നേരത്തെ കൗരവന്മാർ ഭീമനെ ചതിച്ചു കൊല്ലാൻ ശ്രമിച്ചതല്ലേ, തിരിച്ചു വന്നതല്ലേ? ഇതും എല്ലാവർക്കും അറിയാം. അത് ഇതിനകത്ത് സൂചിതമാണ്, വ്യഞ്ജിതമാണ്. ഭീമനെ ആർക്ക് തോൽപ്പിക്കാൻ കഴിയും? അവിടെ സ്പഷ്ടമായിട്ട് അദ്ദേഹം ചോദിക്കുന്നു. തഥൈവ കൃതനൗ യുദ്ധേ യമൗ യമസുതാവിവ. കാലന്റെ മക്കളെപ്പോലെ മഹാപരാക്രമികളാണല്ലോ ഇരട്ടപെറ്റ നകുലനും സഹദേവനും. അവര് രണ്ടുപേരെയും കഥം വിജേതും ശക്യൗതൗ. അവരെ രണ്ടുപേരെയും ഈ ലോകത്തിൽ ആർക്കാണ് പരാജയപ്പെടുത്താൻ കഴിയുക? താൻ ജീവനോടുകൂടിയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ യോദ്ധാവും നകുല സഹദേവന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് അവരുടെ മുന്നിലേക്ക് പോവില്ല. അതാണ് അവരുടെ പരാക്രമം എന്നറിയുക. എന്ന് മാത്രമല്ല, യസ്മിൻ ധൃതിരനുക്രോശ ക്ഷമാ സത്യം പരാക്രമ നിത്യാനി പാണ്ഡവേ ശ്രേഷ്ഠേ സജീയേത കഥേരണം. വീണ്ടും ചോദിക്കുന്നു, ആ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ അവർക്കെല്ലാം ജ്യേഷ്ഠനായിരിക്കുന്ന, അവരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവ്, അദ്ദേഹത്തിൽ എന്തൊക്കെ കുടികൊള്ളുന്നു? ധൃതി കുടികൊള്ളുന്നു. അദ്ദേഹത്തിൽ ബുദ്ധി, ധൈര്യം, ഉറപ്പ്, കരളുറപ്പ് അത് അദ്ദേഹത്തിലുണ്ട്. പിന്നെയോ അനുക്രോശമുണ്ട്, അദ്ദേഹത്തിന് കാരുണ്യമുണ്ട്, ആരിലും കരുണാവാനാണ് അദ്ദേഹം. ക്ഷമയുണ്ട്, സത്യനിഷ്ഠയുണ്ട്, പരാക്രമമുണ്ട്, ഇതെല്ലാം ഉണ്ട് യുധിഷ്ഠിരനില്. അങ്ങനെയുള്ള യുധിഷ്ഠിരനെ ഈ ലോകത്തിൽ ആർക്കാണ് പടക്കളത്തിൽ വെച്ചിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കുക? സാധിക്കില്ല. അവർക്ക് സഹായികളായിട്ട് ആരൊക്കെ ഉണ്ടെന്നറിയോ? യേശാം പക്ഷധരോ രാമോ യേശാം മന്ത്രി ജനാർദ്ദന. അവരുടെ പക്ഷത്ത് ബലഭദ്രനുണ്ട്. എന്ന് മാത്രമല്ല, യുധിഷ്ഠിരന്റെ മന്ത്രി ആരെന്നറിയോ? ജനാർദ്ദനായിരിക്കുന്ന ഭഗവാൻ വാസുദേവൻ. ഈ ലോകത്തിൽ ആർക്ക് കൃഷ്ണൻ കൂടെ മന്ത്രിയായി നിൽക്കുമ്പോഴേക്കും പാണ്ഡവരെ തോൽപ്പിക്കാൻ സാധിക്കുക? ആരുടെ പക്ഷത്താണോ സാത്വികയുള്ളത് അവരെ ആർക്കാണ് തോൽപ്പിക്കാനായി സാധിക്കുക? എന്ന് മാത്രമല്ല, അവരുടെ ശ്വശുരൻ, ഭാര്യാപിതാവ് ആരാണ് എന്നുള്ളത് അങ്ങ് ഓർക്കുന്നില്ലേ? ലോകം കൊണ്ട വില്ലാളികളുടെ കൂട്ടത്തിൽ വച്ചിട്ട് അഗ്രഗണ്യനായിരിക്കുന്ന ദ്രുപദൻ. എന്ന് മാത്രമല്ല, അവരുടെ സഹായികളായിട്ട് ദ്രൗപദിയുടെ സഹോദരന്മാരായിരിക്കുന്ന ദൃഷ്ടദ്യുമ്നൻ, മഹാപരാക്രമിയായ ദൃഷ്ടദ്യുമ്നൻ. പിന്നെയോ ദൃഷ്ടദ്യുമ്ന മുഖ വീരാഹ ഭ്രാതരു ദ്രുപദാത്മജാഹ. പിന്നെ ദൃഷ്ടദ്യുമ്നന്റെ സഹോദരന്മാരായിരിക്കുന്ന ദ്രുപദ സന്താനങ്ങൾ, പാഞ്ചാലിയുടെ സഹോദരന്മാർ. അവരെല്ലാം ഈ പാണ്ഡവന്മാർക്ക് കൂട്ടുകാരായിട്ടുണ്ട്. കനത്ത ബലിഷ്ഠമായ പാഞ്ചാലസേനയും കൂടെയുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ലോകത്തിൽ ഏതൊരു സൈനിക ശക്തിക്കും ഇവരോട് നേരിട്ട് യുദ്ധം ചെയ്യാനാവുക, അവരെ തോൽപ്പിക്കാനാവുക? ദുര്യോധനാദികൾക്ക് അത് സാധ്യമല്ല, കൗരവന്മാർക്ക് അത് സാധ്യമല്ല. അതുകൊണ്ട് അവരോടൊപ്പം ചങ്ങാത്തം,
ദായാദ്യതാം ച ധർമ്മേണ സമ്യക് തേഷു സമാചര. അവരോടൊപ്പം സ്നേഹബന്ധം, അവരുടെ ആ ബന്ധുത്വം അംഗീകരിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് തുല്യരായി അവരെ കണ്ട് അവരെ സ്നേഹപാശത്താൽ അങ്ങയുടെ വശത്ത് നിർത്തി ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ശ്രേയസ്കരം. പുരോചനൻ അങ്ങയുടെ മകന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ഏറ്റവും ക്രൂരമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള കർമ്മം ചെയ്തു. അവൻ ചെയ്ത ആ ക്രൂരത ആര് ജയിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ക്രൂരതയ്ക്ക് ഒരിക്കലും ഒരു ക്ഷമ ആരിൽ നിന്നും അങ്ങയ്ക്ക് കിട്ടുകയില്ല. എങ്കിലും അങ്ങ് ഇനിയെങ്കിലും ആ മനസ്സ് വെടിഞ്ഞിട്ട്, ആ ദുഷ്ടമനസ്സ് വെടിഞ്ഞിട്ട് എന്നർത്ഥം, അങ്ങ് അവരോട് സ്നേഹത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ ആളുകൾ അങ്ങയോട് ക്ഷമിക്കും. അങ്ങയുടെ മക്കൾ കാണിച്ച ആ ക്രൂരതയെ ആളുകൾ ക്ഷമിക്കും, അങ്ങയോട് സഹിക്കും. ഈ കാര്യം അങ്ങ് ഓർത്തുകൊള്ളണം. അതേപോലെ തന്നെ ദ്രുപദോവി മഹാൻ രാജ കൃതവൈരശ്ച ന പുര, നമ്മളോട് വളരെയേറെ വിരോധമുള്ളയാളാണ്. സാഹചര്യങ്ങളുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. പരാക്രമിയായിരിക്കുന്ന രാജാവായിരിക്കുന്ന ദ്രുപദൻ, യഥാർത്ഥത്തിൽ പാഞ്ചാലന്മാരും നമ്മൾ തമ്മിൽ ആ പ്രകാരത്തിലൊരു വൈരം ഉണ്ടാകേണ്ട ആ കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ സാഹചര്യങ്ങൾ അതൊക്കെ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള ആ ദ്രുപദൻ, കരുത്തനായ ദ്രുപദൻ, ശത്രു ആയിട്ട് ശത്രുപക്ഷത്ത്, നമ്മളോട് വിരോധമുള്ള പക്ഷത്ത് നിൽക്കുന്നവനായ ദ്രുപദൻ, ആ ദ്രുപദനെ തസ്യ സംഗ്രഹണം രാജൻ സ്വപക്ഷസ്യ വിവർധനം, അദ്ദേഹത്തെ സ്നേഹത്താൽ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ പക്ഷത്തിന്, ഈ കുരുവംശത്തിന് അത് വളരെയേറെ ശ്രേയസ്കരമായി തീരും. ദ്രുപദന്റെ ചങ്ങാത്തം, ദ്രുപദന്റെ സ്നേഹം, ദ്രുപദന്റെ സഹായം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അങ്ങയ്ക്ക് ശ്രേയസ്കരമായി തീരും. രാജധർമ്മം അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ വിതുരന്റെ വാക്കുകൾ കിടക്കുന്നു. യുദ്ധധർമ്മം അതും വളരെ വ്യക്തമായിട്ട് വിതുരന്റെ വാക്കുകൾ കിടക്കുന്നു. രാജാവ് മറ്റ് രാജ്യങ്ങളെ ഒരിക്കലും വിരോധിപ്പിക്കുകയല്ല വേണ്ടത്. അഥവാ ഏതെങ്കിലും രാജ്യങ്ങൾ എന്തെങ്കിലും കാരണത്താൽ വിരോധികളായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വിരോധത്തെ തീർക്കാൻ വേണ്ടിയിട്ട് സ്നേഹമസൃണമായി അവരോട് പെരുമാറുകയാണ് വേണ്ടത്. അങ്ങനെ വിരോധത്തെ ഇല്ലാതാക്കുക ഏതൊരു ഭരണാധിപന്റെയും മുഖ്യമായിരിക്കുന്ന ചുമതലയാണ്. ദ്രുപദനെ നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ശ്രേയസ്സുണ്ടാകും. അതിനാൽ അങ്ങ് രാജധർമ്മം പുരസ്കരിച്ച്, യുദ്ധധർമ്മം പുരസ്കരിച്ചും ദ്രുപദനെ നമ്മുടെ ബന്ധുപക്ഷത്തേക്ക് കൊണ്ടുവരണം, സ്നേഹിതരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ വളരെ സ്പഷ്ടമായിട്ട് പറയേണ്ടത് യാതൊരു മറവും കൂടാതെ വിതുരൻ അവിടെ ആ സഭയിൽ വെച്ചിട്ട് രാജാവിനെ കേൾപ്പിക്കുന്നു. ശ്രുത്വാച ജീവത പാർത്ഥാൻ പൗരജാനപദാജനാഹ. വീണ്ടും അദ്ദേഹം പറയാണ്, അവിടെ പാഞ്ചാലി സ്വയംവരം നടന്നപ്പോൾ പാണ്ഡവന്മാർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതായ വൃത്താന്തം എല്ലായിടവും പ്രചരിച്ചു. ആ വാർത്ത ഇവിടെയും എത്തി, ഈ ഹസ്തനാപുര നിവാസികളുടെ ചെവികളിലും എത്തി. അവർ വളരെ ദുഃഖിതരായിരുന്നു. പാണ്ഡവന്മാർ അരക്കില്ലത്തിൽപ്പെട്ട് വെന്തു മരിച്ചുപോയി എന്ന വാർത്ത കേട്ടിട്ട് നേരത്തെ. പക്ഷെ ഇപ്പോൾ അവർ ജീവനോടുകൂടിയിരിക്കുന്നു ഈശ്വരാനുഗ്രഹത്താൽ എന്നറിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെല്ലാം സന്തോഷിക്കുന്നു. അവര് പാണ്ഡവന്മാരെയും കുന്തിദേവിയെയും നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കൊതിയോടുകൂടി കാത്തിരിക്കുകയാണ്. ബലവത് ദർശനേ ഹൃഷ്ടാഹ, അവരെ കാണാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി കഴിയാണ്. അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവരുടെ ആ ഇഷ്ടത്തെ, അവരുടെ ആഗ്രഹത്തെ അങ്ങ് സാധിച്ചു കൊടുക്കുക. മഹാരാജാവേ, രാജാവിന്റെ ചുമതല, ഭരണാധിപന്റെ ചുമതല നാട്ടുകാർക്ക് ഹിതം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവർക്ക് ശ്രേയസ് ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനാൽ ഇത് അങ്ങയുടെ ചുമതലയാണ്, നാട്ടുകാരുടെ ശ്രേയസ്കരമായിരിക്കുന്ന ഈ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങ് അത് ഉടനെ തന്നെ നിർവഹിച്ചാലും
ഇതിനകത്തൊരു താക്കീതുണ്ട്. നാട്ടുകാർ പാണ്ഡവരെയും കുന്തിദേവിയെയും നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. അതും ആ നാടിൻ്റെ മരുമകളായിട്ട് ഇതാ പാഞ്ചാല രാജാവിൻ്റെ പുത്രി വരുന്നു. ഏറ്റവും ശുഭകരമായിരിക്കുന്ന സന്ദർഭം. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച പാണ്ഡുസുതന്മാരെ കാണാൻ കൊതിയോടുകൂടിയിരിക്കുമ്പോൾ അതിന് വിപരീതം അങ്ങ് ആചരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ അങ്ങയ്ക്കെതിരെ ശത്രുതയുണ്ടാകും. ഒരുപക്ഷെ അവരിപ്പോൾ അങ്ങ് കസേരയിൽ ഇരിക്കുമ്പോഴേക്കും സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴേക്കും അങ്ങയോട് എതിർത്ത് ഒന്നും പറഞ്ഞെന്ന് വരില്ല. പക്ഷേ സന്ദർഭങ്ങൾ മാറി മാറി വരുമ്പോഴേക്കും അത്തരം പ്രതികരണങ്ങൾ അങ്ങയുടെ മുന്നിലേക്ക് അങ്ങയുടെ നാട്ടുകാരിൽ നിന്ന് തന്നെ ഉണ്ടാകും. ഇതാണ് ആ താക്കീത്. ആ ഒരു അവസരം ഉണ്ടാകരുത്. അതിനാൽ അങ്ങയ്ക്ക് വേണ്ടിയിട്ടും നാട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും അങ്ങ് വളരെ സ്നേഹ ആദരങ്ങളോടുകൂടി തുറന്ന മനസ്സോടുകൂടിയിട്ട് പാണ്ഡവന്മാരെ കുന്തിദേവിയോടൊപ്പം ദ്രൗപദിയോടൊപ്പം ഈ നാട്ടിലേക്ക് ആനയിച്ചാലും ഉക്തമേതത് പുരാരാജൻ മയ ഗുണവതസ്തവ. വളരെയേറെ ഗുണഗണങ്ങൾ ഉള്ളയാളാണല്ലോ മഹാരാജാവേ അങ്ങ്, ഗുണവാനാണങ്ങ്. അങ്ങനെയുള്ള അങ്ങയോട് പണ്ടേ തന്നെ പാണ്ഡവന്മാരോട് അങ്ങ് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരെ അരക്കില്ലത്തിലേക്ക് അങ്ങ് പറഞ്ഞയച്ച അവസരത്തിൽ തന്നെ ഞാൻ വന്ന് അങ്ങയോട് നേരിട്ട് പറഞ്ഞില്ലേ അരുത് എന്ന്. ഇങ്ങനെ പല പല സന്ദർഭങ്ങളിൽ ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം. പക്ഷെ അങ്ങ് അപ്പോഴൊന്നും ചെവിക്കൊണ്ടില്ല. ഇപ്പോഴും അങ്ങ് ചെവിക്കൊള്ളാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ഈ വംശത്തിന്റെ കുരുവംശത്തിന്റെ കഷ്ടകാലം. ദുര്യോധന അപരാധേന പ്രജേയം വൈ വിനങ്ഷ്യതി. ദുര്യോധനന്റെ അപരാധം മൂലം ദുര്യോധനന് വേണ്ടിയിട്ട് അങ്ങും അതേ അപരാധം പ്രവർത്തിക്കുന്നു. അങ്ങനെ ദുര്യോധനന്റെ ഈ ഭയങ്കരമായ തെറ്റുമൂലം പ്രജകളെല്ലാവരും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മഹാരാജാവേ. അത് ഒഴിവാക്കാൻ കരുത്തുള്ളത് ഒരൊറ്റയാളിനാണ്, അത് അങ്ങാണ്. അങ്ങയ്ക്ക് യുദ്ധം ഒഴിവാക്കാം, വിനാശം ഒഴിവാക്കാം, ലോകത്തിന് മുഴുവൻ ശ്രേയസ്സിനെ വരുത്തുവാൻ അങ്ങയുടെ ഒരു തീരുമാനം മാത്രം മതി. ഏറ്റവും പ്രധാനപ്പെട്ടതായ സ്ഥാനത്താണ് അങ്ങിരിക്കുന്നത്. അങ്ങയുടെ സ്ഥാനത്തിന്റെ വില, ആ സ്ഥാനത്തിന്റെ ചുമതല, അത് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം. അതിനാൽ ഭീഷ്മപിതാമഹൻ പറഞ്ഞതുപോലെ, ആചാര്യനായിരിക്കുന്ന ദ്രോണൻ പറഞ്ഞതുപോലെ പാണ്ഡവന്മാരെ സ്നേഹത്തോടു കൂടിയിട്ട് അങ്ങ് സ്വീകരിക്കുക, അവരെ ഈ നാട്ടിലേക്ക് അങ്ങ് വരുത്തുക. ഈ കർണന്റെയും ദുര്യോധനാദികളുടെയും നിർദ്ദേശം അങ്ങ് ഒരു പ്രകാരത്തിലും ചെവിക്കൊള്ളരുത് എന്ന് വളരെ സ്പഷ്ടമായിട്ട് വിതുരൻ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഇവിടെ നാം കാണുന്നത് ആ ആർജവം എന്നുള്ള ദൈവീ സമ്പത്താണ്. ഭീഷ്മന്റെ ആർജവവും അതേപോലെ തന്നെ ദ്രോണന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആർജവവും ദ്രുപദന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന, വിതുരന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആർജവവും നമ്മൾ ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് നേരിട്ട് കാണുന്നു. ഇതാണ് ദൈവീ സമ്പത്ത്. ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും തമ്മിലുള്ളതായ മഹദന്തരം ഈ ഘട്ടങ്ങൾ നേരിട്ട് വ്യാസവാക്യങ്ങളിലൂടെ അപഗ്രഥിക്കുന്ന അവസരത്തിൽ നമുക്ക് ഭംഗിയായി മനസ്സിലാകും. ഈ ലോകത്തിലെ ഏതൊരു സാഹചര്യത്തിലും ഈ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് വഴികാട്ടിയായിട്ട് എങ്ങനെ ഋജുബുദ്ധിയോടുകൂടിയിട്ട് ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്ന് ഈ സന്ദർഭം നമുക്ക് കാട്ടിത്തരും. അങ്ങനെ ദൈവീ സമ്പത്തിനെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ രാത്രി 8:30 ഇതേപോലെ ഇവിടെ നമുക്ക് ഒരുമിച്ച് കൂടാം. വ്യാസഭഗവാന്റെ ഈ മഹത് ഇതിഹാസവും ഭഗവത്ഗീതയും പ്രത്യക്ഷമായി നേരിട്ട് അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിൽ, വ്യാസഭഗവാന്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ
പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.